അയാൾ വിളിച്ച് പറഞ്ഞത് പ്രകാരം അയാളെ കാത്തു നിൽക്കുകയായിരുന്നു ക്രിസ്റ്റി. പെട്ടെന്നാണ് അവിടേക്ക് ഒരു ഓട്ടോ വന്ന് നിന്നത്. അതിൽ നിന്നും ഇറങ്ങുന്ന അയാളെ കണ്ട് ക്രിസ്റ്റി ഒന്ന് നെറ്റിച്ചുളിച്ചു. ഇയാൾ എന്തിനാണ് ഓട്ടോയിൽ വന്നത് എന്നുള്ള സംശയത്തിലായിരുന്നു അവൻ. ഒരുപാട് നേരമായോ വന്നിട്ട്? അകത്തേക്ക് കയറിയ അയാൾ ക്രിസ്റ്റി നിൽക്കുന്നത് കണ്ട് സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. 10 മിനിറ്റായി. ഗൗരവം കൈവിടാതെ തന്നെ അവൻ അയാൾക്ക് മറുപടി കൊടുത്തു. സേറ? അയാൾ സംശയത്തോടെ അവനെ നോക്കി. അവളെവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം? അവൾ നിങ്ങളുടെ വീട്ടിലല്ലേ? അവൻ ഒന്നും അറിയാത്തതുപോലെ അയാളോട് തിരികെ ചോദിച്ചു. അതിന് അയാൾ അവനെ കളിയാക്കുന്നത് പോലെ ഒന്ന് ചിരിച്ചു. ഞാനത് പറഞ്ഞതിന് നിങ്ങളെന്തിനാ ചിരിക്കുന്നത്? അയാൾ ചിരിക്കുന്നത് കണ്ട് ക്രിസ്റ്റി സംശയത്തോടെ അയാളോട് ചോദിച്ചു. കള്ളമാണെങ്കിലും നീ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. നീ അറിയാതെ എൻ്റെ മോൾ ഇരിക്കുന്നിടത്ത് നിന്ന് അനങ്ങില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവൾ എവിടെയെന്ന് നിനക്കറിയില്ല എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കണം അല്ലേ? അതേ ചിരിയോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അയാൾ ചോദിച്ചു. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? മോളുമായിട്ടുള്ള ബന്ധം പിരിയണമെന്ന് പറയാനാണോ? അതോ എന്നെ തല്ലും കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്താനോ? അവൻ പുച്ഛത്തോടെ അയാളോട് ചോദിച്ചു. ഇതിനൊന്നുമല്ല ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത്. ഇതിനേക്കാളുമൊക്കെ വലിയൊരു കാര്യം എനിക്ക് നിന്നോട് പറയണമെന്ന് തോന്നി. അയാൾ പറയുന്നത് കേട്ടതും അവനത് എന്താ എന്നുള്ള അർത്ഥത്തിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി. വിശ്വസിച്ചതൊക്കെ കള്ളമാണെന്ന് അറിയാൻ എനിക്ക് ഇത്രയും വർഷം വേണ്ടി വന്നു ക്രിസ്റ്റി. അയാൾ വിഷമത്തോടെ അവനെയും നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അതെ, ആ ആ സത്യം, അത് അത് ഞാൻ അറിഞ്ഞില്ല ക്രിസ്റ്റി. ഞാൻ ഞാൻ എൻ്റെ അമ്മയും അപ്പയും കൊന്നത് അയാളാണെന്നുള്ള സത്യം ഞാൻ അറിയാൻ വൈകിപ്പോയി. അയാൾ വിഷമത്തോടെ അവൻ്റെ കൈകളിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൻ സംശയത്തോടെ അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. പുതിയ അടവാണോ? അവൻ വീണ്ടും അയാളോട് ചോദിച്ചു. ക്രിസ്റ്റി, എനിക്കറിയാം പെട്ടെന്നൊരു ദിവസം ഞാൻ വന്ന ഇങ്ങനൊക്കെ പറഞ്ഞ നീ ഒരിക്കലും അതൊന്നും വിശ്വസിക്കില്ല എന്ന്. ഇത് എൻ്റെയും അയാളുടെയും പ്ലാനാണെന്നേ നീ കരുതുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് സത്യമല്ല. ഞാൻ ഇപ്പോഴേ സത്യങ്ങളൊക്കെ അറിഞ്ഞത് ക്രിസ്റ്റി. അയാളാണ് എൻ്റെ അപ്പനെയും അമ്മയൊക്കെ കൊന്നതെന്നുള്ള സത്യം. അത് പറയുമ്പോൾ അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ സംശയത്തോടെ അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അത് കണ്ടതും അയാൾ വീണ്ടും പറയാൻ തുടങ്ങി. ഇന്ന് ഞാൻ ഓഫീസിലേക്ക് ചെല്ലാൻ കുറച്ച് താമസിച്ചു. ഞാൻ ചെന്നപ്പോൾ അയാളും ജസ്റ്റിനും കൂടി എന്തോ സംസാരിക്കുകയായിരുന്നു. സേറയുടെ കാര്യമാണെന്ന് മനസ്സിലായതും ഞാൻ അകത്തേക്ക് കയറാതെ ഒന്ന് നിന്നു. അപ്പോൾ മനസ്സിലായി നിങ്ങളെ രണ്ടുപേരെയും പറ്റിയാണ് അവർ സംസാരിക്കുന്നതെന്ന്. ക്രിസ്റ്റിയും സെറയും തമ്മിൽ ഒരു വഴക്കുമില്ലെന്നും സേറ ഇപ്പോൾ നിന്നോട് പിണങ്ങി അവിടെ വന്ന് നിൽക്കുന്നത് നീ പറഞ്ഞിട്ടാണെന്നും അത് നിങ്ങൾ തമ്മിലുള്ള കളിയാണെന്ന് നോക്കിയാ അവർ സംസാരിച്ചത്. അപ്പോഴാണ് ജസ്റ്റിന് അപ്പൻ്റെയും അമ്മയുടെയും കൊലപാതകത്തെപ്പറ്റി പറയുന്നത്. അയാളത് പറഞ്ഞു നിർത്തിയതും ക്രിസ്റ്റി അതെന്താ എന്നുള്ള സംശയത്തോടെ അയാളെ നോക്കി. അയാളുടെ ഓർമ്മ അവരുടെ സംഭാഷണത്തിലേക്ക് പോയി. അങ്കിൾ, അവൾ ഇവിടെ നിൽക്കുന്തോറും നമ്മൾ പേടിക്കണം. എപ്പോൾ വേണമെങ്കിലും പിടിവീടാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചു വേണം ഇനി ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ജസ്റ്റിൻ അയാളെ നോക്കി പറഞ്ഞു. എനിക്കറിയാം. എനിക്ക് അവരുടെ പ്ലാൻ അറിയാമെന്ന് അവർക്കറിയാമെന്നും എനിക്കറിയാം. അതുകൊണ്ട് അവരത്രയും പ്ലാനോടെ മാത്രമേ ഓരോന്നും ചെയ്യുള്ളൂ. അതുകൊണ്ട് അവർ ചിന്തിക്കുന്നതിനും അപ്പുറം ചിന്തിച്ചെങ്കിൽ മാത്രമേ ഇനി നമുക്ക് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. നീ അവരുടെ ഒപ്പം എപ്പോഴും ഉണ്ടാകണം. നിനക്കും ഇതിൽ പങ്കുണ്ടെന്നറിഞ്ഞാൽ നിന്നെ വെച്ചും അവരെന്നോട് കളിക്കും. അയാൾ താക്കീതോടെ പറഞ്ഞു. എന്നെ വെച്ച് അവരെന്ത് കളിക്കാനാണ് അങ്കിൾ? ഞാൻ അങ്കിളിൻ്റെ ഒപ്പമല്ലേ. എന്നെ വെച്ച് അവൻ കളിച്ചാ അതിൽ അവൻ തന്നെ വീഴുള്ളൂ. അവൻ അത് പറഞ്ഞുകൊണ്ട് ചിരിച്ചു. അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാണ് ജസ്റ്റിൻ. നിനക്കറിയില്ല ക്രിസ്റ്റിയെ. നീ മനസ്സിൽ കാണുന്നത് അവൻ മാനത്ത് കാണും. അതാണ് അവൻ. നീ പോലും അറിയില്ല അവൻ നിന്നെ വെച്ച് കളിക്കുന്നത്. നിന്റെ അത്രയും പഠിത്തവും വിദ്യാഭ്യാസവും ഒന്നും അവനില്ലെന്ന് കരുതി നീ വലിയ ബുദ്ധി കാണിച്ച് അവനെ അത്ര ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല. അവന് നിന്നേക്കാളും ബുദ്ധിയുണ്ട്. അയാൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ അങ്കിളിൻ്റെ തീരുമാനം? അവൻ എന്തായാലും അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മരണത്തിന് ഉത്തരവാദിയായവരെ കണ്ടെത്തുമെന്ന് പറഞ്ഞ് നടക്കുക. അറിയാലോ, അങ്ങനെ അവൻ കണ്ടെത്തിയ അങ്കിളും ഞാനും ഒക്കെ കുടുങ്ങും. അവൻ അയാളെ നോക്കി പറയുന്നത് കേട്ട് ഫ്രാൻസിസ് ഞെട്ടിപ്പോയി. അപ്പനെയും അമ്മയും ഇല്ലാതാക്കിയത് ഏട്ടനാണോ? അയാൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സ്വയം മനസ്സിൽ ചിന്തിച്ചു. അറിയാം, അവൻ അത് കണ്ടെത്തുമെന്ന് എനിക്കറിയാം. വർഷങ്ങൾക്ക് ശേഷം അവൻ ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോഴേ ഞാനത് മനസ്സിൽ കുറിച്ചിട്ടതാ. അവൻ വീണ്ടും ആ കേസ് റീഓപ്പൺ ചെയ്യുമെന്ന്. പക്ഷെ ഒരിക്കലും അതിൽ സേറെ ഉൾപ്പെടുത്തുമെന്ന് ഞാൻ കരുതിയില്ല. അവളുടെ മനസ്സിലും ഇപ്പോൾ അവനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അയാൾ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. അങ്കിൾ പറഞ്ഞത് ശരിയാ. ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും അവൾ അവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടക്കുകയാണെന്നൊരു ചിന്ത പോലും നമുക്ക് ആർക്കും ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അതില്ലാതെയാക്കാൻ നമുക്ക് വേറെന്തെങ്കിലും വഴി നോക്കായിരുന്നു. അവൻ അയാളെ നോക്കി പറഞ്ഞതും അയാൾ തലകുലുക്കി. നീ പേടിക്കാതിരിക്കടാ. അങ്ങനെ അവളായിട്ട് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാൽ സ്വന്തം അപ്പനെ അമ്മയെ ഇല്ലാതാക്കിയ എനിക്ക് ഒരു പീറ പെണ്ണിനെ ഇല്ലാതാക്കാനാണോ പാട്? ഈ കണ്ട സ്വത്തുക്കൾ ഇത്രയും ഇരിക്കുമ്പോൾ അവർക്ക് ആ വീട് മാത്രം കൊടുത്തത് എന്തിനാ?
നിന്റെ അമ്മയ്ക്ക് എല്ലാം കൊടുത്ത് അവളെ കെട്ടിച്ചു വിട്ടിട്ടും സ്വത്തുക്കൾ എഴുതിയപ്പോൾ വീണ്ടും ആ വസ്തുക്കൾ എഴുതിയത് എന്തിനാ? എല്ലാം നമുക്ക് രണ്ടുപേർക്കും അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നോ? അപ്പോഴും നിന്റെ അമ്മയ്ക്ക് വിഷമം ഫ്രാൻസിസ് അച്ചാന് ഒന്നും കൊടുത്തില്ലാന്ന്. പിന്നെ അപ്പനും അമ്മയ്ക്കും അവളോട് കുറച്ച് ഇഷ്ടക്കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ അങ്ങനെ എഴുതി വെച്ചതെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചത്. അവന് പിന്നെ ഉള്ളത് മതി എന്നുള്ള വിശാല മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടും ഏട്ടനായ എന്നോട് കുറച്ച് ബഹുമാനവും സ്നേഹവും ഒക്കെ കൂടുതലുണ്ടായതുകൊണ്ടും അവനിതൊന്നും വലിയ പ്രശ്നമല്ലായിരുന്നു. ഏട്ടൻ നന്നായി കാണണമെന്ന വലിയ മനസ്സാണ് അവന്. നിന്റെ അമ്മയ്ക്കും അവനും അറിയില്ലല്ലോ സ്വത്തുക്കൾ എഴുതിയത് മുഴുവൻ ഞാനാണെന്ന്. അയാൾ പുച്ഛം നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഫ്രാൻസിസിന് ശരീരം തളരുന്നത് പോലെ തോന്നി. താൻ ഇത്രയും കാലം ഏട്ടാന്ന് വിളിച്ചുകൊണ്ടിരുന്ന അയാൾ തന്നെയാണ് സ്വന്തം അപ്പനെയും അമ്മയും കൊന്നതെന്ന് വിശ്വസിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. അതുമാത്രമല്ല, സേറ അവർക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കിയാൽ അവളെയും കൊന്നുകളയുമെന്ന് കേട്ടതും തൻ്റെ മകളുടെ ജീവനെക്കുറിച്ച് ഓർത്ത ആ അപ്പന് ഭയം തോന്നി. സേറ, അവള് അവൾ ഒരിക്കലും സത്യങ്ങൾ കണ്ടുപിടിക്കരുത്. അങ്ങനെ കണ്ടുപിടിച്ചാ പിന്നെ ഇത്രയും കാലം നമ്മൾ രക്ഷപ്പെട്ടതിനും ഇതൊക്കെ മറച്ചു വെച്ചതിനും ഒന്നും ഒരു അർത്ഥവും ഉണ്ടാവില്ല. അയാൾ പറഞ്ഞതും ജസ്റ്റിൻ സംശയത്തോടെ അയാളെ നോക്കി. അല്ല, അങ്ങനെ കണ്ടുപിടിച്ചാൽ അത് മറ്റാരോടെങ്കിലും പറയുന്നതിന് മുമ്പേ അവളെ ഞാൻ ഇല്ലാതാക്കും. അയാൾ കുടിലമായ ചിരിയോടെ പറഞ്ഞതും അവനും ചിരിച്ചു. മോള്, എൻ്റെ മോള്, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മോളെ ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല, അയാൾ മനസ്സിൽ പറഞ്ഞു. ക്രിസ്റ്റി, ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യ. എൻ്റെ മോളെ നീ രക്ഷിക്കണം. അവൾ ആ വീട്ടിൽ നിൽക്കും തോറും ഇനി എൻ്റെ ഉള്ളിൽ ആദ്യമായിരിക്കും. എനിക്ക് എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ ക്രിസ്റ്റി. അയാൾക്ക് വിട്ടുകൊടുക്കരുത് നീ അവളെ. എൻ്റെ അപ്പനെയും അമ്മയും കൊന്ന അയാളെ നീ ഒരിക്കലും വെറുതെ വിടരുത്. അയാൾ അവന് മുൻപിൽ കൈകൂപ്പി. ഞാൻ ജീവനോടിരിക്കുമ്പോൾ എൻ്റെ പെണ്ണിൻ്റെ ദേഹത്തെ രോമത്തിൽ പോലും അയാൾ തൊടില്ല. അങ്ങനെ ഉണ്ടായാൽ പണ്ട് ചെയ്യാത്ത തെറ്റിന് ജയിലിൽ പോയ എനിക്ക് അതേ തെറ്റ് ചെയ്തിട്ട് പോകാനും ഒരു മടിയും ഉണ്ടാവില്ല. എൻ്റെ പ്രാണനാവള്. അവൾക്ക് എന്തെങ്കിലും അയാളുടെ കൈകൊണ്ട് സംഭവിച്ചാൽ പിന്നെ അയാളും അയാളുടെ അനന്തരവനും ജീവനോടെ കാണില്ല, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ്റെ ദേഷ്യം കണ്ട് ഒരു നിമിഷം അയാൾക്ക് ഭയം തോന്നി. സേറയുടെ കാര്യത്തിൽ അവൻ അത്രയും കരുതലുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അവൻ്റെ കരങ്ങളിൽ തൻ്റെ മകൾ സുരക്ഷിതയാണെന്ന് മനസ്സിലായതും അയാൾക്ക് മനസ്സ് നിറഞ്ഞിരുന്നു. സേറ, എന്തായി? ക്രിസ്റ്റിച്ചേട്ടൻ വരുവോ? മിത്ര സംശയത്തോടെ ഫോണും പിടിച്ചിരിക്കുന്ന സേറയുടെ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു. അതെങ്ങനെയാ? വിളിച്ച ആ ഫോണൊന്ന് എടുക്കണ്ടേ? വൈകിട്ട് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞതാ. ഇപ്പം നോക്കിക്കേ, വന്നതുമില്ല. ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നതുമില്ല. വരാൻ പറ്റില്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ എന്താ? ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ പോവില്ലായിരുന്നോ? അവൾ ദേഷ്യത്തോടെയും പരിഭവത്തോടെയും മിത്രയോട് ചോദിച്ചു. നീ വിഷമിക്കാതിരിക്കെ, ചിലപ്പോൾ എന്തെങ്കിലും അർജന്റ് കാര്യം വന്ന് പോയതായിരിക്കും ചേട്ടൻ, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതോ മറ്റോ ആയിരിക്കും. മിത്ര അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എവിടെ പോവാണെങ്കിലും ഒരു മെസ്സേജ് അയച്ചൂടെ? ഇതിപ്പോൾ മനുഷ്യനും വെറുതെ. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇപ്പം തന്നെ സമയം ഒരുപാട് ലേറ്റായി. ബസ് കിട്ടി വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഒരുപാട് താമസിക്കും. ഞാൻ പോട്ടേടി, അവൾ മിത്രയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അച്ഛനും അമ്മയും ഇവിടെ ഇല്ലാതായിപ്പോയല്ലോ. അവരുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ നിന്നെ വീട്ടിലേക്ക് ആക്കിയേനെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ നിൽക്ക്, ഞാൻ ഗിരിയേട്ടനെ ഒന്ന് വിളിക്കട്ടെ. ഗിരിയേട്ടൻ നിന്നെ വീട്ടിലാക്കിക്കോളും, അവൾ സേറയെ നോക്കി പറഞ്ഞു. ഓ വേണ്ടടി, ബസ് കിട്ടുകയാണെങ്കിൽ 15 മിനിറ്റ് പോരെ വീട്ടിലിറങ്ങാൻ. ഞാൻ പൊയ്ക്കോളാം. ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഞാനിവിടെ വന്നിട്ട് തിരികെ പോകുന്നത്. വീട്ടിലെ കാറ് വർക്ക്ഷോപ്പിലായതാ പ്രശ്നമായത്. ഇല്ലെങ്കിൽ ഞാൻ ഡ്രൈവറെയെങ്കിലും വിളിക്കായിരുന്നു. ഇനിയും നോക്കി നിന്നാൽ രാത്രിയാകും, അവൾ വീണ്ടും പറഞ്ഞു. എന്നാലും ഈ സമയത്ത് നീ ഒറ്റയ്ക്ക് പോണോ? മിത്ര വീണ്ടും സംശയത്തോടെ അവളോട് ചോദിച്ചു. എടി, നീ എന്നെ കൂടി ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ. ഞാൻ പൊയ്ക്കോളാം, എനിക്ക് ഒരു കുഴപ്പമില്ല. പോട്ടെ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിന്നെ വിളിച്ചോളാം. അതും പറഞ്ഞ് അവൾ മിത്രയോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. സേറയുടെ അപ്പൻ വന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ക്രിസ്റ്റി. സ്വത്തിന് വേണ്ടി അയാൾ ഇത്രയും തരം താഴ്ന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ക്രിസ്റ്റിക്ക് അയാളോട് പുച്ഛം തോന്നി. സ്വന്തം അപ്പനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ അയാൾക്ക് യാതൊരു കരുതലും സ്നേഹവും ഒന്നുമില്ലെന്ന് അവന് തോന്നി. പെട്ടെന്നാണ് അവൻ സേറയുടെ കാര്യം ഓർത്തത്. അവൻ പെട്ടെന്ന് വാച്ചിലേക്ക് നോക്കിയതും 6 മണി എന്ന് കണ്ടു. പിന്നെ ഫോൺ എടുത്ത് നോക്കി. അതിൽ അവളുടെ 5-6 മിസ് കോൾ കിടപ്പുണ്ടായിരുന്നു. ഷേ, അവൾ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ വിളിക്കാൻ ചെല്ലാന്ന് പറഞ്ഞതാ. അവളുടെ അപ്പനോട് സംസാരിക്കാൻ പോയപ്പോൾ ഫോൺ സൈലന്റ് ആക്കി വെച്ചു. പിന്നെ വിളിച്ചത് കേട്ടതുമില്ല. ഇനിയിപ്പോൾ തിരിച്ചു വിളിച്ചാൽ എൻ്റെ ചെവിയും കൂടി ഇന്ന് അവൾ തിന്നും, അവൻ പറഞ്ഞുകൊണ്ട് ചിരിയോടെ അവളുടെ ഫോണിലേക്ക് തിരികെ വിളിച്ചു. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് എന്നായിരുന്നു പറഞ്ഞത്. ഓ, എന്നോട് പിണങ്ങി പെണ്ണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതാ. ഇങ്ങനൊരു കാന്താരി, അവൻ സ്വയം ചിരിച്ചു പറഞ്ഞുകൊണ്ട് ഗിരിയുടെ നമ്പറിലേക്ക് വിളിച്ചു. എന്താ ക്രിസ്റ്റി? അവൻ എടുത്ത പാടി ചോദിച്ചു. എടാ, മിത്രയുടെ നമ്പർ ഒന്ന് വാട്സപ്പിൽ അയച്ചേക്ക്. സേറ അവിടെ ആയിരുന്നു. വൈകിട്ട് ഞാൻ ചെന്ന് വിളിക്കാമെന്ന് പറഞ്ഞതാ. പിന്നെ കുറച്ച് ബിസി ആയിപ്പോയി. ഇപ്പോൾ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് അവളുടെ കുറേ മിസ് കോൾ കിടക്കുന്നത് കണ്ടത്. തിരികെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. അത് മിക്കവാറും എന്നോടുള്ള ദേഷ്യത്തിന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതായിരിക്കും. മിത്ര ഒന്ന് വിളിച്ചിട്ട് അവളോടവിടെ നിൽക്കാൻ പറയാനായിരുന്നു. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാം, ക്രിസ്റ്റി പറഞ്ഞു. ഞാൻ അവളെ ഇപ്പോൾ വിളിച്ചു വെച്ചതേ ഉള്ളൂ ക്രിസ്റ്റി. സേറ വീട്ടിൽ പോയെന്നാ അവൾ പറഞ്ഞത്. ഗിരി എന്തോ ഓർത്തതുപോലെ അവനോട് പറഞ്ഞു.
എന്താ അവള് പോയെന്നോ? ഞാൻ അവളോട് പറഞ്ഞതാണല്ലോ ഞാൻ വന്ന് പിക്ക് ചെയ്തോളാന്ന്. എന്നിട്ട് അവൾ എങ്ങനെ പോയി? നീ ചോദിച്ചോ അത്? ക്രിസ്റ്റി സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇല്ലടാ ഞാനതൊന്നും ചോദിച്ചില്ല. ഞാനിപ്പോൾ അവളെ വിളിച്ചപ്പോൾ അവൾ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു. അവൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. അച്ഛനും അമ്മയും എവിടെയെന്ന് ചോദിച്ചപ്പോൾ അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞു. പിന്നെ സേറ കുറച്ചു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും. ഒരു 10-15 മിനിറ്റ് മുമ്പ് അവളും ഇറങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ടാ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചില്ല. ഗിരി അവനോട് മറുപടി പറഞ്ഞു. ഷേ, ഞാൻ അവളോട് പറഞ്ഞതാ വൈകിട്ട് ഞാൻ വന്നവളെ വിളിച്ചോളാന്ന്. എന്നെ നോക്കി നിന്ന് കാണുമായിരിക്കും. അതിന്റെ ദേഷ്യത്തിനായിരിക്കും ഫോൺ ഓഫാക്കി വെച്ചത്. അവനും പറഞ്ഞു. എന്നിട്ടിപ്പോ രാത്രി ആവാറായല്ലോ. നീ എന്താ അവളെ വിളിക്കാൻ പോവാഞ്ഞത്? ഗിരി സംശയത്തോടെ അവനോട് ചോദിച്ചു. അതൊന്നും പറയണ്ട. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഫ്രീ ആകുമ്പോൾ നാളെ വിളിക്ക്, ഞാൻ വരാം. ക്രിസ്റ്റി പറഞ്ഞതും അവന് കാര്യമായിട്ടെന്തോ പറയാനുണ്ടെന്ന് ഗിരിക്ക് മനസ്സിലായി. അവളിനി വീട്ടിൽ എത്തിക്കാണുമോ എന്തോ. പെണ്ണിനോട് കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാൻ എന്ന് കരുതിയാ ഞാൻ വന്ന് വിളിച്ചോളാന്ന് പറഞ്ഞത്. നിങ്ങൾ ഇറങ്ങിയതിന്റെ പുറകെ തന്നെ ഞാൻ അവളെ കൂട്ടി ഇറങ്ങാന്നാ കരുതിയത്. വൈകിട്ട് വീട്ടിലാക്കിയാൽ മതിയല്ലോന്നും കരുതി. അപ്പോൾ അവൾക്ക് മിത്രയുടെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. വൈകിട്ട് ഞാൻ വന്ന് വിളിച്ചോണ്ട് പോയിക്കോളാമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും വീട്ടിലെത്തി കാണുമായിരിക്കും. ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഇന്നത്തെ വഴക്കിനുള്ള കാരണമായെന്ന് പറയാം അല്ലേ? ഗിരി പറഞ്ഞുകൊണ്ട് ചിരിച്ചു. അത് പിന്നെ പറയാനുണ്ടോ? ഇന്ന് മുഴുവൻ ഇത് പറഞ്ഞായിരിക്കും വഴക്ക്. ഉത്തരവാദിത്വം ഇല്ല, അതില്ല, ഇതില്ല. ഇന്ന് രാത്രി ഇത് തന്നെയായിരിക്കും. ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. എടാ ഒരു മിനിറ്റ്, മിത്ര വിളിക്കുന്നുണ്ട്. ഞാൻ എന്താണെന്നൊന്ന് ചോദിക്കട്ടെ. അവൻ പറഞ്ഞതും ക്രിസ്റ്റി ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. ഗിരിയുടെ കോള് കട്ട് ചെയ്തതിന് ശേഷം അവൻ വീണ്ടും സേറയുടെ ഫോണിലേക്ക് വിളിച്ചു. എന്നാൽ അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. അപ്പോഴാണ് ഗിരി അവനെ തിരികെ വിളിക്കുന്നത്. ക്രിസ്റ്റി, സേറ സേറ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അവൾ ഇറങ്ങിയ സമയം വെച്ച് നോക്കുവാണെങ്കിൽ എപ്പോഴേ വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞു. മിത്ര വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. വീട്ടിലെത്തിയാൽ ഉടനെ മിത്രയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ പോയത്. ഇതുവരെ വിളിക്കാഞ്ഞതും മിത്ര തിരികെ വിളിച്ച് നോക്കിയപ്പോഴാ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞത്. പിന്നെ അവൾ ആൻറ്റിയെ വിളിച്ചു അത്രേ. അപ്പോൾ ആൻറ്റി അവളെ വിളിക്കാനിരിക്കുകയായിരുന്നു എന്ന്. സേറ ഇതുവരെ വീട്ടിലെത്തിയില്ല എന്ന് ആൻറ്റിയും പറഞ്ഞു. അവൾ ആകെ പേടിച്ചിരിക്കുക. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് അവൾ വിളിച്ചത്. അവൾ കരയുക. ഗിരി പറഞ്ഞു. അത് കേട്ടതും ക്രിസ്റ്റിക്ക് വല്ലാതെ നെഞ്ചിടിക്കാൻ തുടങ്ങി.